ലാമാജി, മാത്രമല്ല എല്ലാ ധമ്മ സഹായ ധമ്മ മിത്രങ്ങളെ, എൻ്റെ ഇത്രയും സ്നേഹമുള്ള ധമ്മ പ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമോ ബുദ്ധായ ജയ്. വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ പങ്കെടുക്കാനും. നമ്മൾ മഹാബോധി ടെമ്പിളിൻ്റെ വിമോചന യാത്ര എന്ന രീതിയിൽ ഇതൊരു തുടർച്ചയാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ 1.5-2 മാസത്തോളമായി മഹാബോധിയുടെ വിമോചനത്തിന് വേണ്ടി സമരം ദേശത്തിൻ്റെ പല കോണുകളിലും തുടങ്ങിക്കഴിഞ്ഞു. അത് ലോകമൊട്ടാകെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ വളരെ ഊർജ്ജസ്വലമായി ഈ ഒരു വിമോചന സമരം പല ഭാഗങ്ങളിലും നടന്നു വരികയാണ്. അതിൻ്റെ തുടർച്ച എന്നോണം കേരളത്തിലെ ബൗദ്ധർ ഇവിടെ ഒന്നിച്ചു കൂടുകയും പ്രത്യേകിച്ച് ഈ ഒരു മഹാബോധി ടെമ്പിൾ ആക്ട്, അങ്ങനെ ഒരു നിയമം, യഥാർത്ഥത്തിൽ ഈ നിയമം തന്നെ തെറ്റാണ്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമമാണ്. കാരണം 1949 ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. അതിനുശേഷം 50 ഭരണഘടന തന്നെ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഭരണഘടനയിൽ ഈ നിയമത്തെ ഉൾക്കൊള്ളിച്ചോ ആ രീതിയിൽ അതിനെ പ്രായോഗികമാക്കുകയോ ചെയ്തിട്ടില്ല. ഒരു നിയമം നേരത്തെ ഉണ്ടായിരുന്നതിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസരത്തിൽ ഇപ്പോൾ വിജയമാമൂടെ മറ്റ് സഹോദരങ്ങൾ ഇവിടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതിനോടൊപ്പം ചേർക്കാനുള്ളത്, ബാബാസാഹേബ് അംബേദ്കർ പറയുന്നത് ഈ ഒരു നമ്മുടെ വിമോചനത്തിന് നമുക്ക് ആവശ്യം ഐക്യമാണ്. നമ്മളുടെ കൂട്ടായ്മ, നമ്മുടെ ഒരു അംഗസംഖ്യയുടെ ബലം കൊണ്ട് നമുക്ക് ഈ ഒരു സമരത്തെ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ്, ഈ ഒരു വിമോചന സമരത്തെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കുകയും പുതിയൊരു ആക്ട് തന്നെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം 9ഓളം അംഗങ്ങളാണ് ഈ ഒരു അതിൻ്റെ ടെമ്പിൾ, മഹാബോധി ടെമ്പിളിൻ്റെ ഒരു ഭരണ സമിതിയിലുള്ളത്. അതിൽ ബൗദ്ധരുടെ പക്ഷം എന്ന് പറയുന്നവർ പോലും തികച്ചും ഹിന്ദു രീതിയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ പൂർണ്ണമായും ബൗദ്ധരുടെ അല്ലെങ്കിൽ ഭിക്ഷുക്കളും അടങ്ങുന്ന ഒരു സമിതിയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഒരു സമിതി ഉണ്ടാകാൻ വേണ്ടി, അങ്ങനെ ഒരു ആക്ട് തന്നെ നിർമ്മിക്കുവാൻ വേണ്ടി നമ്മൾ നിരന്തരം ഭരിക്കുന്ന പക്ഷം ആരാണോ അവരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്, നിവേദനങ്ങൾ നൽകേണ്ടതുണ്ട്. അത് കേന്ദ്ര സർക്കാർ, നമുക്കറിയാം, നമ്മളിന്ന് ഈ രാജ്ഭവനിൽ കൂടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നാലേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ 70 വർഷങ്ങളായി സ്വാതന്ത്ര്യം കിട്ടി. 70-75 വർഷങ്ങൾക്കപ്പുറവും ഇപ്പോഴും നമുക്ക് നീതി കിട്ടുന്നില്ല. ഇവിടെ മറ്റ് പല മതങ്ങളും അവരവരുടെ സ്ഥാപനങ്ങൾ എൻ്റേതാണ്, അതിൻ്റെ എന്തെങ്കിലും കല്ലോ തുരുമ്പോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റ് മതസ്ഥരുടെ സ്ഥാപനങ്ങളെ കയ്യേറി അത് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് സമരങ്ങൾ ചെയ്തും നിയമനിർമ്മാണം നടത്തിയും കൈക്കലാക്കുന്നു. ആ ഒരു കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ വ്യക്തമായ തെളിവുകളുള്ള, ചരിത്രപരമായ രേഖകളുള്ള ബുദ്ധന് ബോധോദയം ലഭിച്ച ഈ പുണ്യക്ഷേത്രം, ബൗദ്ധരുടെ മാത്രമായ ഈ പുണ്യക്ഷേത്രത്തെ അത് നമുക്ക് തന്നെ പൂർണ്ണമായും അതിൻ്റെ നിയന്ത്രണം, അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതി നമ്മൾ തന്നെ ആയിരിക്കണം എന്നതാണ് നമ്മുടെ നിവേദനം, നമ്മുടെ ആവശ്യം. അത് ലോകമെമ്പാടുമുള്ള ബൗദ്ധർ ഇന്ന് ആവശ്യപ്പെടുകയാണ്. അത് എത്രയും വേഗം ഭരണകൂടം അവരെ ചെവികൊള്ളുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ജയ് ഹിന്ദ്, നമോ ബുദ്ധായ.